റിവർലാൻഡ്സിലെ ഗുഹയിൽ ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സ് ദ ഹൗണ്ട് സാൻഡോർ ക്ലെഗെയിനെ വിചാരണ ചെയ്യുകയാണ്. ലാനിസ്റ്റർ സൈന്യം ചെയ്ത ക്രൂരതകൾക്ക് ഇവനും ഉത്തരവാദിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദ ഹൗണ്ട് അതെല്ലാം നിഷേധിച്ചു. ആ സമയത്താണ് ആര്യ സ്റ്റാർക്ക് മുന്നോട്ടുവന്ന് അവനെതിരെ ഗുരുതരമായ ഒരു കുറ്റാരോപണം ഉന്നയിച്ചു. ഇവനൊരു കൊലയാളിയാണ്. മൈക്ക എന്ന നിരായുധനായ പാവപ്പെട്ട ഒരു കുട്ടിയെ ഇവൻ ക്രൂരമായി കൊന്നു. വെറും വിനോദത്തിനു വേണ്ടിയായിരുന്നു അത്. ആര്യ രോഷത്തോടെയും സങ്കടത്തോടെയും വിളിച്ചു പറഞ്ഞു. ദ ഹൗണ്ട് അത് നിഷേധിച്ചില്ല. പക്ഷേ അവൻ അതിനെ ന്യായീകരിച്ചു. ഞാൻ രാജകുമാരന്റെ അംഗരക്ഷകനായിരുന്നു. രാജകുമാരനെ ആക്രമിച്ചവനെ കൊല്ലാൻ എനിക്ക് ഉത്തരവുണ്ടായിരുന്നു. ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. അത് കൊലപാതകമല്ല, അവൻ തർക്കിച്ചു പറഞ്ഞു. അവിടെ മറ്റ് സാക്ഷികൾ ആരുമില്ലാതിരുന്നതുകൊണ്ട് മനുഷ്യരുടെ വിധിന്യായത്തിന് അവിടെ പ്രസക്തിയില്ലായിരുന്നു. സത്യം ആർക്കും തെളിയിക്കാൻ കഴിയില്ല. ഇവന്റെ കൈകളിൽ നിരപരാധികളുടെ രക്തമുണ്ടോ എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിധി ലോർഡ് ഓഫ് ലൈറ്റ് തീരുമാനിക്കട്ടെ, ബെറിക് ഡോണ്ടാരിയൻ പ്രഖ്യാപിച്ചു പറഞ്ഞു. ട്രയൽ ബൈ കോമ്പാറ്റ്. ദൈവത്തിനു മുന്നിലുള്ള പരീക്ഷണമാണത്. ദ ഹൗണ്ട് ജയിച്ചാൽ ദൈവം അവനെ നിരപരാധിയായി കാണുന്നുവെന്നർത്ഥം. അവനെ വെറുതെ വിടും. മറിച്ച് അവൻ തോറ്റാൽ അവൻ കുറ്റവാളിയാണെന്നും മരണമർഹിക്കുന്നുവെന്നും വിധിക്കപ്പെടും. ചുറ്റും കത്തുന്ന പന്തങ്ങളുടെ വെളിച്ചം ഗുഹയുടെ കരിപിടിച്ച ചുവരുകളിൽ നിഴലുകൾ വീഴ്ത്തി. തോറോസ് ഓഫ് മയർ തീയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ചുറ്റും കൂടിയിരുന്ന ആളുകൾ അതേറ്റുചൊല്ലി. പ്രകാശത്തിന്റെ കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അടുത്തതായി അങ്വി ബന്ധനസ്ഥനായ സാൻഡോർ ക്ലെഗെയിനെ, അതായത് ദ ഹൗണ്ടിനെ അഴിച്ചുവിട്ടു. തോറോസ് ശബ്ദമുയർത്തി പറഞ്ഞു, ഞങ്ങൾക്ക് സത്യം കാണിച്ചു തരൂ. ഈ മനുഷ്യൻ കുറ്റക്കാരനാണെങ്കിൽ അവനെ വീഴ്ത്തുക. അവൻ സത്യവാനാണെങ്കിൽ അവന്റെ വാളിന് ശക്തി നൽകുക. പ്രകാശത്തിന്റെ കർത്താവേ, ഞങ്ങൾക്ക് ജ്ഞാനം നൽകിയാലും. കാരണം രാത്രി ഇരുണ്ടതും ഭീതി നിറഞ്ഞതുമാണ്. ആളുകൾ ഒരേ സ്വരത്തിൽ പ്രതിധ്വനിച്ചു. രാത്രി ഇരുണ്ടതും ഭീതി നിറഞ്ഞതുമാണ്. ദ ഹൗണ്ട് തന്റെ വാൾ ഉറപ്പിച്ചുപിടിച്ചു. യുദ്ധത്തിനായി തയ്യാറെടുത്തു. ലോർഡ് ബെറിക് ഡൊണ്ടാരിയൻ തോറോസിനു മുമ്പിൽ മുട്ടുകുത്തി. ബെറിക് തന്റെ ഇടതുകൈ നീട്ടിക്കൊടുത്തു. തോറോസ് തന്റെ കൈയിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തികൊണ്ട് ബെറിക്കിന്റെ ഉള്ളം കൈകീറി. ചോര വാർന്നൊഴുകുന്ന ആ കൈയിലേക്ക് തോറോസ് ഒരു വാൾ വെച്ചുകൊടുത്തു. പെട്ടെന്ന് അത്ഭുതകരമെന്നോണം ആ വാൾ ആളിക്കത്തി. തീയുടെ നാളങ്ങൾ വാളിൽ നിന്നും ഉയർന്നുപൊങ്ങി. അത് കണ്ട ദ ഹൗണ്ട് ഭയന്നുപോയി. തീ അവനെ സംബന്ധിച്ചിടത്തോളം പേടിസ്വപ്നമായിരുന്നു. രണ്ട് പോരാളികളും പരിചകൾ ഉയർത്തിപ്പിടിച്ചു. ബെറിക്കായിരുന്നു ആദ്യം ആക്രമിച്ചത്. തീയുടെ ജ്വാലകൾ ദ ഹൗണ്ടിന്റെ കണ്ണുകളിൽ ഭയം നിറച്ചു. എന്നാൽ വൈകാതെ ദി ഹൗണ്ട് തന്റെ താളം കണ്ടെത്തി. ബെറിക് ഒരു വെട്ടിൽ നിന്നും ഒഴിഞ്ഞുമാറി ദ ഹൗണ്ടിനെ തോളുകൊണ്ടിടിച്ചു. ദ ഹൗണ്ട് തീക്കുണ്ടത്തിലേക്ക് വീണു. തീപ്പൊരികൾ ചിതറിത്തെറിച്ചു. കോപം കൊണ്ട് വിറച്ച ദ ഹൗണ്ട് അലറിക്കൊണ്ട് മുന്നോട്ട് ചാടി. എന്നാൽ ആ നീക്കം പിഴച്ചു. അവൻ മുട്ടുകുത്തി വീണു. മാറി നിൽക്ക്, തോറോസ് അലറി. യുദ്ധം തങ്ങളുടെ അടുത്തേക്കെത്തിയപ്പോൾ തോറോസ് ആര്യ സ്റ്റാർക്കിനെ അവിടെ നിന്നും പിടിച്ചുമാറ്റി. ദ ഹൗണ്ട് വീണ്ടും എഴുന്നേറ്റു. അയാൾ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. അയാളുടെ ശക്തമായ വെട്ടിൽ ബെറിക്കിന്റെ പരിച തകർന്നുപോയി. ബെറിക് ഒന്ന് വേച്ചുപോയെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചുവന്നു. തന്റെ ഇരു കൈകളും കൊണ്ട് വാൾ വീശി അയാൾ ദ ഹൗണ്ടിനെ പിന്നോട്ടാക്കി. ദ ഹൗണ്ട് നിലത്തേക്ക് മലർന്നു വീണു. ബെറിക് ആഞ്ഞുവെട്ടിയപ്പോൾ അത് ദ ഹൗണ്ടിന്റെ പരിചയിൽ കൊള്ളുകയും പരിചയ്ക്ക് തീ പിടിക്കുകയും ചെയ്തു. ആളുകൾ ആവേശത്തോടെ അലറി വിളിക്കാൻ തുടങ്ങി. ദ ഹൗണ്ട് തന്റെ പരിചയിലെ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് കെടാതെ കത്തിക്കൊണ്ടിരുന്നു. ആര്യ അലറി, അവനെ കൊല്ലൂ. വിറളിപ്പിടിച്ച ദി ഹൗണ്ട് ബെറിക്കിന്റെ വയറ്റിൽ ആഞ്ഞടിച്ചു. ബെറിക് പിന്നോട്ട് വേച്ചുപോയി. ദ ഹൗണ്ട് സർവ്വശക്തിയുമെടുത്ത് അലറിക്കൊണ്ട് തന്റെ വാൾ തലയ്ക്ക് മുകളിലൂടെ ഉയർത്തി ആഞ്ഞുവെട്ടി. ബെറിക് തന്റെ കത്തുന്ന വാളുകൊണ്ട് അത് തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ദ ഹൗണ്ടിന്റെ വെട്ടിന്റെ ശക്തിയിൽ ബെറിക്കിന്റെ വാൾ ഒടിഞ്ഞുപോയി. ആ വെട്ട് ബെറിക്കിന്റെ തോളിലും ശരീരത്തിലും ആഴത്തിൽ പതിച്ചു. ബെറിക്കിന്റെ കണ്ണുകൾ മറിഞ്ഞു. അയാൾ മരിച്ചു നിലത്തു വീണു. ആര്യ തകർന്നുപോയി. തോറോസ് ഓടിവന്ന് ബെറിക്കിന്റെ മൃതശരീരത്തിനു മുകളിൽ കൈകൾ വെച്ചു. കർത്താവേ, അങ്ങയുടെ ദാസനായ ഇവനിലേക്ക് വെളിച്ചം വീശിയാലും. തോറോസ് പ്രാർത്ഥിച്ചു. മരണത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഇവനെ തിരികെ കൊണ്ടുവരൂ. ഇവന്റെ ജ്വാല അണഞ്ഞുപോയിരിക്കുന്നു. അത് പുനഃസ്ഥാപിക്കൂ. അപ്പുറത്ത് ദ ഹൗണ്ട് തന്റെ കത്തുന്ന പരിച നിലത്തടിച്ച് തീയണക്കാൻ ശ്രമിക്കുകയായിരുന്നു. തോറോസിന്റെ പ്രാർത്ഥന തുടർന്നു. അപ്രതീക്ഷിതമായി ആര്യ പിന്നിലേക്ക് തിരിഞ്ഞ് ഒരാളുടെ അരയിൽ നിന്നും കത്തി വലിച്ചൂരി. ആര്യ, വേണ്ട, ജെൻട്രി വിളിച്ചു പറഞ്ഞു. ആര്യ കത്തിയും കൊണ്ട് ദ ഹൗണ്ടിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ ജെൻട്രി അവളെ തടഞ്ഞ് ബലമായി പിടിച്ചുമാറ്റി നിലത്തേക്ക് വീഴ്ത്തി. എന്നെ വിടൂ, എന്നെ പോകാൻ അനുവദിക്കൂ. ആര്യ അലറിക്കരഞ്ഞു. തറയിൽ കിടന്നുകൊണ്ട് ദ ഹൗണ്ട് അവളെ നോക്കി പരിഹസിച്ചു പറഞ്ഞു. നിന്റെ ഇറച്ചിവിട്ടുകാരനായ കൂട്ടുകാരനേക്കാൾ അവരുടെ ദൈവത്തിനിഷ്ടം എന്നെയാണെന്ന് തോന്നുന്നു. ആര്യ വെറുപ്പോടെ പറഞ്ഞു. നീ നരകത്തിൽ പോയി ചാവുമെടാ. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അവൻ ചാവും. പക്ഷെ ഇന്നല്ല. ആര്യ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ബെറിക് ഡൊണ്ടാരിയൻ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെങ്കിലും അയാൾ ജീവനോടെ തീയുടെ അരികിൽ മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. ദൃശ്യം വടക്കോട്ടു മാറുന്നു. മരംകോച്ചുന്ന തണുപ്പുള്ള വന്യമായ പ്രദേശം. ജോൺ സ്നോവും വൈഗ്രിറ്റും വിറകുകൾ ചുമന്നുകൊണ്ട് നടന്നുവരുന്നു. ടോർമണ്ട് ജയൻസ് ബെയിൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒറൽ അവരെ വെറുപ്പോടെ നോക്കി. മതിലിൽ കാക്കകൾ റോന്തു ചുറ്റുന്നുണ്ടെന്ന് ഒറൽ പറയുന്നു. ടോർമണ്ട് പറഞ്ഞു. നിനക്കറിയാവുന്നത് പറയൂ. ജോൺ മറുപടി നൽകി. ഒരു പെട്രോളിംഗിൽ 4 പേരുണ്ടാകും. ഒറൽ ചോദിച്ചു. എപ്പോഴൊക്കെയാണ് അവർ പുറത്തിറങ്ങുന്നത്?
ജോൺ പറഞ്ഞു. അത് പലപ്പോഴാണ്. മതിലിന്റെ ഏതു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായി പറയാം. അതറിയാൻ നിനക്ക് നല്ല ആഗ്രഹമുണ്ടല്ലേ? ഒറൽ പരിഹസിച്ചു. ടോർമണ്ട് നെടുവീർപ്പിട്ടു. മതിലിന് കാവലായി 19 കോട്ടകളുണ്ട്. എത്ര എണ്ണത്തിൽ ആളുണ്ട്? 3 എണ്ണം, ജോൺ പറഞ്ഞു. ഉറപ്പാണോ? ഒറൽ സംശയത്തോടെ ചോദിച്ചു. ജോൺ തലയാട്ടി. കാസിൽ ബ്ലാക്ക് കൂടാതെ വേറെ ഏതൊക്കെ? ഒറൽ വിട്ടില്ല. ജോൺ മറുപടി നൽകി. ഈസ്റ്റ് വാച്ച് ബൈ ദ സീ, പിന്നെ ഷാഡോ ടവർ. കാസിൽ ബ്ലാക്കിൽ എത്ര പേരുണ്ട്? ടോർമണ്ട് ചോദിച്ചു. 1000 പേർ, ജോൺ പറഞ്ഞു. കള്ളം, ഒറൽ ആക്രോശിച്ചു. ജോൺ തന്റെ ചുമലിലെ ഭാരം താഴെയിട്ട് ഒറലിന്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിന്നെ കൊന്നുകഴിഞ്ഞാൽ നിന്റെ കഴുകനെന്ത് സംഭവിക്കും? ചരട് പൊട്ടിയ പട്ടം പോലെ അത് പറന്നുപോകുമോ, അതോ ചത്ത് താഴെ വീഴുമോ? അവൻ കാക്കയല്ല, വൈഗ്രിറ്റ് ഇടപെട്ടു. ഒറൽ അവളെ നോക്കി പറഞ്ഞു. നിനക്കവനെ കിടക്കയിൽ കിട്ടണമെന്നുള്ളതുകൊണ്ട് അവൻ നമ്മളിലൊരാളാവില്ല. വൈഗ്രിറ്റ് തന്റെ കത്തി പുറത്തെടുത്തു. എനിക്ക് നിന്നെ പേടിയില്ല. ടോർമണ്ട് എഴുന്നേറ്റ് ഒറലിനെ പിടിച്ചു തള്ളി. എന്നിട്ട് ജോണിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ചെക്ക. പക്ഷെ നീ എന്നോട് കള്ളം പറഞ്ഞാൽ നിന്റെ കുടൽമാല ഞാൻ പുറത്തെടുക്കും. 1000 പേർ, ജോൺ ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് ഉടനെ അറിയാം. ടോർമണ്ട് പറഞ്ഞു നടന്നകന്നു. ജോണും വൈഗ്രിറ്റും ക്യാമ്പിലൂടെ വേഗത്തിൽ നടന്നു. എന്നെ സംരക്ഷിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ല, ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കതിന്റെ ആവശ്യമുണ്ട്, വൈഗ്രിറ്റ് തിരിച്ചു പറഞ്ഞു. റാറ്റിൽ ഷർട്ട് നിന്റെ കഴുത്തറുക്കാൻ വന്നപ്പോൾ ആരാ തടഞ്ഞത്? മാൻസിന്റെ അടുത്ത് നിനക്ക് വേണ്ടി ആരാണ് സംസാരിച്ചത്? നീ എനിക്കൊരു കടം തരാനുണ്ട്. വൈഗ്രിറ്റ് പെട്ടെന്ന് ജോണിന്റെ വാള് തട്ടിയെടുത്ത് ഓടാൻ തുടങ്ങി. ജോൺ അവളുടെ പിന്നാലെ ഓടി. അത് തിരികെ താ, ജോൺ വിളിച്ചു പറഞ്ഞു. അവൾ തീയുടെ അടുത്തുനിന്നും ഒരു പന്തം കൈയിലെടുത്തു. ഇനിയിത് എന്റേതാണ്, വേണമെങ്കിൽ വന്നു പിടിക്ക്. അവൾ വീണ്ടും ഓടി. ജോൺ വൈഗ്രിറ്റ് എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ പാഞ്ഞു. അവൾ ഒരു ഗുഹയുടെ മുന്നിലെത്തി. അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അകത്തേക്ക് കയറിപ്പോയി. ജോൺ ശപിച്ചുകൊണ്ട് ഗുഹയിലേക്ക് കയറി. ഗുഹയ്ക്കുള്ളിൽ വെള്ളം മുകളിൽ നിന്ന് ഒരു ഷീറ്റ് പോലെ താഴേക്ക് വീഴുന്ന മനോഹരമായ ഒരു കുളമുണ്ടായിരുന്നു. വൈഗ്രിറ്റ് വാള് അവിടെ വെച്ചു. ഒറൽ പറഞ്ഞത് ശരിയാണോ? നീ ഇപ്പോഴും ഒരു കാക്കയാണോ? നീ നിന്നെ തന്നെ തെളിയിക്കേണ്ട സമയമായി, വൈഗ്രിറ്റ് പറഞ്ഞു. അവൾ തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റാൻ തുടങ്ങി. വൈഗ്രിറ്റ്, ജോൺ അമ്പരപ്പോടെ വിളിച്ചു. നീ എന്തൊക്കെയോ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. നീ അതൊക്കെ തെറ്റിക്കണം. നീ എന്നെ കാണണം, അവൾ പറഞ്ഞു. പൂർണ്ണ നഗ്നയായി അവൾ അവന്റെ മുന്നിൽ നിന്നു. ജോൺ സ്തബ്ധനായി നിന്നുപോയി. അവൾ അവന്റെ അടുത്തേക്ക് നടന്നു. നമ്മളിത് ചെയ്യാൻ പാടില്ല, ജോൺ പറഞ്ഞു. നമ്മളിത് ചെയ്യണം, അവൾ മറുപടി നൽകി അവനെ ചുംബിക്കാൻ ശ്രമിച്ചു. ആദ്യം അവൻ എതിർത്തെങ്കിലും പിന്നീട് വികാരങ്ങൾക്ക് വഴങ്ങി അവളെ ഗാഢമായി ചുംബിച്ചു. പിന്നീട് അവർ രണ്ടുപേരും ഗുഹയിൽ വിശ്രമിക്കുകയായിരുന്നു. നീ വായകൊണ്ട് ചെയ്ത ആ കാര്യം തെക്കുള്ള പ്രഭുക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണോ അത്? വൈഗ്രിറ്റ് ചോദിച്ചു. ജോൺ ചിരിച്ചു. എനിക്കറിയില്ല. എനിക്ക് നിന്നെ അവിടെ ചുംബിക്കണമെന്ന് തോന്നി, അത്രമാത്രം. എനിക്കതിഷ്ടപ്പെട്ടു, അവൾ പറഞ്ഞു. ആരാ നിന്നെ അത് പഠിപ്പിച്ചത്? വേറെ ആരുമില്ല, നീ മാത്രം, ജോൺ പറഞ്ഞു. നീ ഒരു കന്യകനായിരുന്നു, അവൾ കളിയാക്കി. ജോൺ അസൂയയോടെ പറഞ്ഞു. നമുക്ക് തിരിച്ചുപോകാം. വൈഗ്രിറ്റ് അവന്റെ മുകളിലേക്ക് കയറിയിരുന്നു. എനിക്ക് മതിയായിട്ടില്ല. അവർ വീണ്ടും ചുംബിച്ചു. നമുക്ക് തിരിച്ചുപോകേണ്ട. നമുക്ക് കുറച്ചുനേരം കൂടി ഇവിടെയിരിക്കാം. ഈ ഗുഹ വിട്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. ബ്രദർഹുഡിന്റെ ഗുഹയിൽ ദ ഹൗണ്ട് തന്റെ പണം തിരികെ ചോദിക്കുകയായിരുന്നു. എന്റെ സ്വർണം എനിക്ക് വേണം, ദ ഹൗണ്ട് അലറി. തോറോസ് ഒരു കടലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, യുദ്ധം കഴിയുമ്പോൾ നിനക്ക് എല്ലാം തിരികെ ലഭിക്കുമെന്നു. ദ ഹൗണ്ട് ദേഷ്യത്തോടെ ആ കടലാസ് വലിച്ചെറിഞ്ഞു. നിങ്ങൾ കള്ളന്മാരല്ലാതെയൊന്നുമല്ല, അങ്കുയി പറഞ്ഞു. ഞങ്ങൾ നിയമം ലംഘിച്ചവരാണ്. അങ്ങനെയുള്ളവർ മോഷ്ടിക്കും. ഞങ്ങൾ നിന്നെ കൊല്ലാത്തത് നിന്റെ ഭാഗ്യം. ആര്യ ഇടപെട്ടു. അവനെ പോകാൻ അനുവദിക്കരുത്. അവനൊരു കൊലയാളിയാണ്. ബെരിക് ശാന്തമായി പറഞ്ഞു. ദൈവത്തിന്റെ കണ്ണിൽ അവനല്ല. ആര്യ സങ്കടത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് കഴിയില്ല. ബെരിക് തീർത്തു പറഞ്ഞു. മതി, വിധി കൽപ്പിക്കേണ്ടത് നമ്മളല്ല. അങ്കുയി ദ ഹൗണ്ടിന്റെ വാളുകൾ തിരികെ എറിഞ്ഞുകൊടുത്തു. ബെരിക് പറഞ്ഞു. സമാധാനത്തോടെ പോകൂ, സാൻഡോർ ക്ലെഗെയിൻ. പ്രകാശത്തിന്റെ കർത്താവിന് നിന്നെക്കൊണ്ട് ഇനിയും ആവശ്യമുണ്ട്. ഹെരൻഹാലിന്റെ കോട്ടവാതിലുകൾ തുറന്നു. ലോക്കിന്റെ ആളുകൾ കുതിരപ്പുറത്ത് വന്നിറങ്ങി. ലേഡി ബ്രയൻ ഓഫ് ടാർത്ത് ക്ഷീണിതനായി കുതിരപ്പുറത്തിരിക്കുന്ന സർ ജെയ്മെ ലാനിസ്റ്ററിനെ നോക്കി. ദ കിങ്സ്ലെയർ, ഒരാൾ വിളിച്ചു പറഞ്ഞു. അവർ ജെയ്മയെയും ബ്രിയനെയും മുട്ടുകുത്തിച്ചു. റൂസ് ബോൾട്ടൺ അവിടേക്ക് കടന്നുവന്നു. ലോർഡ് ബോൾട്ടൺ, ഇതാ കിങ്സ്ലെയർ, ലോക്ക് പറഞ്ഞു. അയാൾ ജെയ്മയെ ചവിട്ടിത്താഴെയിട്ടു. ജെയ്മെ പ്രതികരിക്കാനാവാതെ മുഖമടിച്ചു വീണു. അവനെ എഴുന്നേൽപ്പിക്കൂ, ലോക്ക്, റൂസ് ബോൾട്ടൺ കൽപ്പിച്ചു. ജെയ്മയുടെ കഴുത്തിൽ വെട്ടിമാറ്റിയ കൈ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ലോക്ക് അത് കാണിച്ച് ജെയ്മയെ പരിഹസിച്ചു. റൂസ് ബോൾട്ടൺ ആ കൈ എടുത്തുമാറ്റി ലോക്കിന് നൽകി. ഇതെടുത്തുമാറ്റൂ, റൂസ് പറഞ്ഞു. ഇവളെ സ്വതന്ത്രയാക്കൂ. ക്ഷമിക്കണം മൈലേഡി, നിങ്ങളിപ്പോൾ എന്റെ സംരക്ഷണത്തിലാണ്. ബ്രിയനിന്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി. റൂസ് നടന്നു തുടങ്ങിയപ്പോൾ ജെയ്മെ വിളിച്ചു. ലോർഡ് ബോൾട്ടൺ. റൂസ് തിരിഞ്ഞുനിന്നു. രാജധാനിയിൽ നിന്ന് വല്ല വാർത്തയുമുണ്ടോ? ജെയ്മെ ചോദിച്ചു. റൂസ് ചിരിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ? സ്റ്റാനിസ് ബരാത്തിയൻ നഗരം ആക്രമിച്ചു. പക്ഷെ നിങ്ങളുടെ അച്ഛന്റെ സൈന്യം ജയിച്ചു. നിങ്ങളുടെ സഹോദരി
അവൾ ജീവനോടെയുണ്ട്. ആശ്വാസം കൊണ്ട് ജെയ്മെ മുട്ടുകുത്തിപ്പോയി. അവനെ കൈബേണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കൈബേണിന്റെ മുറിയിൽ ജെയ്മയുടെ അഴുകിത്തുടങ്ങിയ കൈ നോക്കി കൈബേൺ പറഞ്ഞു, അണുബാധ പടർന്നിരിക്കുന്നു. കൈമുറിച്ചു മാറ്റുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ജെയ്മെ ദേഷ്യത്തോടെ പറഞ്ഞു, എങ്കിൽ നീ ചാവും. നീ ഒരു മേസ്റ്റർ അല്ല. നിന്റെ ചെയിൻ എവിടെ? കൈബേൺ പറഞ്ഞു, എന്റെ പരീക്ഷണങ്ങൾ അതിരുകടന്നതുകൊണ്ട് സിറ്റാഡൽ അത് എടുത്തുമാറ്റി. ഞാൻ അഴുകിയ മാംസം നീക്കം ചെയ്ത് തിളച്ച വീഞ്ഞുപയോഗിച്ച് അണുബാധ കരിച്ചുകളയാം. ഏതു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കൈ മുറിക്കരുത്, ജെയ്മെ പറഞ്ഞു. ഇതിന് നല്ല വേദനയുണ്ടാകും. കൈബേൺ മുന്നറിയിപ്പ് നൽകി. നിനക്ക് മിൽക്ക് ഓഫ് ദ പോപ്പി വേണോ? വേണ്ട, ജെയ്മെ പറഞ്ഞു. ഞാൻ ഉറക്കെ നിലവിളിക്കും, ജെയ്മെ കൂട്ടിച്ചേർത്തു. കൈബേൺ ചികിത്സ തുടങ്ങിയപ്പോൾ ജെയ്മെ വേദന കൊണ്ട് അലറി വിളിച്ചു. കിങ്സ് ലാൻഡിംഗിൽ ലിറ്റിൽ ഫിംഗറും ക്വീൻ സെർസി ലാനിസ്റ്ററും നടക്കുകയായിരുന്നു. ഹൗസ് ടൈറലിനെക്കുറിച്ചുള്ള സംശയങ്ങൾ സെർസി പങ്കുവച്ചു. അവരെ നിരീക്ഷിക്കാൻ സെർസി ലിറ്റിൽ ഫിംഗറിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ടീരിയണിന്റെ മുറിയിൽ ലേഡി ഒലന്ന ടൈറലുമായി ടീരിയൺ സംസാരിക്കുകയായിരുന്നു. രാജകീയ വിവാഹത്തിന്റെ ചെലവുകളെക്കുറിച്ചായിരുന്നു ചർച്ച. രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്, ടീരിയൺ ഓർമ്മിപ്പിച്ചു. ഒലന്ന പരിഹാസത്തോടെ പറഞ്ഞു, ഓ, ഞാൻ മറന്നുപോയി. 12,000 കാലാൾപ്പടയെയും ഭക്ഷ്യധാന്യങ്ങളുമെല്ലാം തന്നത് ഞങ്ങളാണ്. യുദ്ധച്ചെലവുകളെക്കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ വരേണ്ട. ഒടുവിൽ വിവാഹച്ചെലവിന്റെ പകുതി ട്രെൽ കുടുംബം വഹിക്കാമെന്ന് ഒലന്ന സമ്മതിച്ചു. ബ്രദർഹുഡിന്റെ ഗുഹയിൽ ജെൻട്രിയും ആര്യയും സംസാരിക്കുകയായിരുന്നു. താൻ ബ്രദർഹുഡിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതായി ജെൻട്രി അറിയിച്ചു. എനിക്കൊരിക്കലും ഒരു കുടുംബമുണ്ടായിട്ടില്ല, ജെൻട്രി പറഞ്ഞു. ആര്യ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ നിന്റെ കുടുംബമാകാം. ജെൻട്രി മറുപടി നൽകി, നീ എന്റെ കുടുംബമാവില്ല. നീ എനിക്ക് മൈലേഡി മാത്രമായിരിക്കും. റിവർ റണ്ണിൽ കാവൽക്കാരെ വെട്ടിവീഴ്ത്തി ലോർഡ് റിക്കാർഡ് കാർസ്റ്റാർക്കും ആളുകളും തടവറയിലേക്ക് കടന്നു. അവിടെയുണ്ടായിരുന്ന 2 ലാനിസ്റ്റർ കുട്ടികളെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. പിന്നീട് റോബ് സ്റ്റാർക്കിന്റെ മുന്നിൽ കാർസ്റ്റാർക്കിനെ ഹാജരാക്കി. അതൊരു കൊലപാതകമായിരുന്നില്ല, പ്രതികാരമായിരുന്നു. കാർസ്റ്റാർക്ക് ന്യായീകരിച്ചു. റോബ് കോപം കൊണ്ട് വിറച്ചു. അവർ കുട്ടികളായിരുന്നു. കാർസ്റ്റാർക്ക് പറഞ്ഞു, ഇത് യുദ്ധമാണ്. ശത്രുക്കളെ കൊല്ലണം. റോബ് കാർസ്റ്റാർക്കിനെ തടവിലാക്കാൻ ഉത്തരവിട്ടു. മറ്റുള്ളവരെ തൂക്കിലേറ്റാനും കൽപ്പിച്ചു. എന്നാൽ കാർസ്റ്റാർക്കിനെ എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ വലിയ തർക്കമുണ്ടായി. കാർസ്റ്റാർക്കിനെ കൊന്നാൽ വടക്കുള്ള സൈന്യത്തിന്റെ പകുതിയും നഷ്ടപ്പെടുമെന്ന് അമ്മ കാറ്റ്ലിനും ഭാര്യ താലീസായും മുന്നറിയിപ്പ് നൽകി. പക്ഷെ നീതി നടപ്പിലാക്കണമെന്ന് റോബ് തീരുമാനിച്ചു. മഴ പെയ്യുന്ന സായാഹ്നത്തിൽ റോബ് വാളുമായി കാർസ്റ്റാർക്കിന്റെ മുന്നിലെത്തി. എന്നെ കൊന്നു നീ ശപിക്കപ്പെട്ടവനാകൂ, കാർസ്റ്റാർക്ക് പറഞ്ഞു. നീ എന്റെ രാജാവല്ല. ഒറ്റവെട്ടിന് റോബ് കാർസ്റ്റാർക്കിന്റെ തല കൊയ്തു. പക്ഷേ ആ തീരുമാനം വലിയൊരു നഷ്ടത്തിലേക്കാണ് നയിക്കുന്നതെന്ന് റോബിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ബ്രദർഹുഡിന്റെ ഗുഹയിൽ ആര്യയും ബെറിക്കും സംസാരിച്ചു. മരിച്ചവനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആര്യ ചോദിച്ചു. തലയില്ലാത്ത ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? ആര്യ ചോദിച്ചു, തന്റെ അച്ഛനെ ഓർത്ത്. അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല കുട്ടി, തോറോസ് പറഞ്ഞു. ഡ്രാഗൺ സ്റ്റോണിൽ ക്വീൻ സെലിസ് ബെരാത്തിയൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കിങ് സ്റ്റാനിസ് ബെരാത്തിയൻ അവിടേക്ക് വന്നു. സെലിസ് ഭ്രാന്തമായ ഭക്തിയിലായിരുന്നു. ജാറുകളിൽ സൂക്ഷിച്ചിരുന്ന മരിച്ച കുഞ്ഞുങ്ങളെ നോക്കി അവർ മെലിസാൻഡ്രയെ പുകഴ്ത്തി. സ്റ്റാനിസ് അസ്വസ്ഥനായി അവിടെ നിന്നും മകൾ ഷിരീനെ കാണാൻ പോയി. ഷെരീനിന്റെ മുഖത്തിന്റെ ഒരു വശത്ത് ഗ്രേസ്കേൽ രോഗം ബാധിച്ചിരുന്നു. അവൾ സ്റ്റാനിസിനെ കണ്ടപ്പോൾ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. ഡാവോസിനെക്കുറിച്ച് അവൾ ചോദിച്ചു. ഡാവോസ് ഒരു വഞ്ചകനാണെന്നും തടവിലാണെന്നും സ്റ്റാനിസ് പറഞ്ഞു. ഹാരൻഹാലിൽ വലിയൊരു കുളത്തിൽ ബ്രാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ജൈമെ കടന്നുവന്നു. തനിക്കും കുളിക്കണമെന്ന് പറഞ്ഞ് അവൻ വസ്ത്രങ്ങളഴിച്ചു. അവൻ വെള്ളത്തിലേക്കിറങ്ങി. എന്നെ കിങ്സ്ലെയർ എന്ന് വിളിക്കുന്നത് കേട്ട് മടുത്തു, ജൈമെ പറഞ്ഞു. എന്നിട്ട് ഭ്രാന്തൻ രാജാവായ ഏറിസിനെ കൊന്ന കഥ അവൻ വിവരിച്ചു. അയാൾക്ക് എല്ലാവരെയും കത്തിക്കണമായിരുന്നു, ജൈമെ വികാരഭരിതനായി പറഞ്ഞു. വീടുകളിലും കിടക്കകളിലും വെച്ച് എല്ലാവരെയും കത്തിക്കാൻ അയാൾ ആജ്ഞാപിച്ചു. നഗരം മുഴുവൻ വൈൽഡ്ഫയർ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ കൊല്ലാൻ അയാൾ എന്നോട് ആജ്ഞാപിച്ചു. അതുകൊണ്ടാണ് ഞാൻ അയാളെ കൊന്നത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും ജൈമെ തളർന്നുപോയി. അവൻ വെള്ളത്തിലേക്ക് കുഴഞ്ഞു വീണു. ബ്രിയൻ അവനെ താങ്ങിപ്പിടിച്ചു. ഡ്രാഗൺ സ്റ്റോണിലെ തടവറയിൽ ഷിരീൻ ഡേവോസിനെ കാണാൻ വന്നു. അവൾ അവന് വായിക്കാൻ ഒരു ബുക്ക് കൊടുത്തു. തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് ഡേവോസ് പറഞ്ഞപ്പോൾ അവൾ അവനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇത് എളുപ്പമാണ്, അവൾ പറഞ്ഞു. സ്ലേവേഴ്സ് ബേയിൽ ഡെനേരിസ് ടാർഗേരിയൻ തന്റെ അൺസലീഡ് സൈന്യത്തോട് സംസാരിച്ചു. അടിമപ്പേരുകൾ ഉപേക്ഷിച്ച് പുതിയ പേരുകൾ സ്വീകരിക്കാൻ അവൾ അവരോട് പറഞ്ഞു. അവരുടെ നേതാവായ ഗ്രേ വേം പറഞ്ഞു, ഗ്രേ വേം എന്ന പേര് എനിക്ക് അഭിമാനമാണ്. കാരണം ഡെനേരിസ് ടോംബോൺ എന്നെ സ്വതന്ത്രനാക്കിയപ്പോൾ എനിക്കുണ്ടായിരുന്ന പേര് അതാണ്. റിവർ റണ്ണിൽ റോബ് അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കാരിസ്റ്റാർക്കിന്റെ സൈന്യം പോയതോടെ അവർ ദുർബലരായി. ലാനിസ്റ്റർക്കളുടെ വീടായ കാസ്റ്റർലി റോക്ക് ആക്രമിക്കാൻ റോബ് തീരുമാനിച്ചു. അതിനായി വോൾഡർ ഫ്രൈയുടെ സഹായം ആവശ്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ ലോറ സ്റ്റൈറലും ഒലിവാറും തമ്മിലുള്ള രഹസ്യബന്ധം ലിറ്റിൽ ഫിംഗർ മനസ്സിലാക്കി. സൻസയെയും കൊണ്ട് നാടുവിടാൻ ലിറ്റിൽ ഫിംഗർ പദ്ധതിയിട്ടു. അതേസമയം ടൈവിൻ ലാനിസ്റ്ററിന്റെ മുറിയിൽ വലിയൊരു തീരുമാനമെടുക്കുകയായിരുന്നു. സൻസ സ്റ്റാർക്കിനെ ടൈറൽ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ ടൈവിൻ തയ്യാറായിരുന്നില്ല. സൻസ സ്റ്റാർക്കിനെ നീ വിവാഹം കഴിക്കണം, ടൈവിൻ മകൻ ടിരിയനോട് പറഞ്ഞു.
ടിരിയൻ ഞെട്ടിപ്പോയി. അവളൊരു കുട്ടിയാണ്. അവൾക്ക് പ്രായപൂർത്തിയായി, ടൈവിൻ പറഞ്ഞു. സെർസി ചിരിച്ചു. എന്നാൽ അടുത്ത പണി അവൾക്കുള്ളതായിരുന്നു. നീ ലോറ സ്റ്റൈറലിനെ വിവാഹം കഴിക്കണം, ടൈവിൻ കൽപ്പിച്ചു. സെർസി എതിർത്തു. ഞാൻ ചെയ്യില്ല. ഞാൻ രാജ്ഞിയാണ്. ടൈവിൻ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. നീ എന്റെ മകളാണ്. കുടുംബത്തിനുവേണ്ടി നീ അത് ചെയ്യും. ആ മുറിയിൽ ടൈവിന്റെ വാക്കിന് മറുവാക്കുണ്ടായിരുന്നില്ല. അപമാനിതരായ മക്കളെ നോക്കി ടൈവിൻ വിജയഭാവത്തിൽ നിന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.